എനിക്ക് ചായയേക്കാൾ കാപ്പിയാണ് ഇഷ്ടം. ഇത് നമുക്കൊന്ന് ഇംഗ്ലീഷിൽ പറയാം. ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷിൽ ഇത് പറയുമ്പോൾ ഞാൻ ചായയേക്കാൾ കാപ്പി ഇഷ്ടപ്പെടുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. അതാണ് ഇംഗ്ലീഷിന്റെ ഒരു രീതി. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഇംഗ്ലീഷിൽ പറയാം. ആദ്യം സബ്ജക്റ്റും വെർബും വരുന്നത് അല്ലെ, കർത്താവും ക്രിയയും. അതെന്താണ്? ഞാൻ ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ക് കോഫി. ചായയേക്കാൾ എന്ന് പറയാനായിട്ട് നമ്മൾ മോർ ദാൻ എന്ന ഒരു പ്രയോഗം ഉപയോഗിക്കണം. മോർ ദാൻ ടീ, ചായയേക്കാൾ. അപ്പോൾ ഐ ലൈക്ക് കോഫി മോർ ദാൻ ടീ. എനിക്ക് ചായയേക്കാളും കാപ്പിയേക്കാളും പാലാണ് ഇഷ്ടം. ഐ ലൈക്ക് മിൽക്ക്. എന്തിനേക്കാളും? ചായയേക്കാളും കാപ്പിയേക്കാളും. മോർ ദാൻ ടീ ആൻഡ് കോഫി. നിനക്ക് ഇഷ്ടം കാപ്പിയാണോ ചായയാണോ? ഡു യു ലൈക്ക് കോഫി ഓർ ടീ? എന്താണ് നിനക്ക് ഇഷ്ടം, കാപ്പിയോ ചായയോ? അങ്ങനെ നമ്മൾ ചോദിക്കൂലേ. എന്താണ് നിനക്ക് ഇഷ്ടം, കാപ്പിയോ ചായയോ? വാട്ട് ഡു യു ലൈക്ക്, കോഫി ഓർ ടീ? എനിക്ക് കാപ്പിയാണ് ഇഷ്ടം. ഐ ലൈക്ക് കോഫി. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഐ ലൈക്ക് ബോത്ത്. എനിക്ക് ചായയും കാപ്പിയും ഇഷ്ടമാണ്. ഐ ലൈക്ക് ടീ ആൻഡ് കോഫി. നമുക്കൊരു ചായ കുടിച്ചാലോ, ഒരു കാര്യം ചെയ്താലോ എന്ന് മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ നമ്മൾ സെന്റൻസ് തുടങ്ങേണ്ടത് ഷാൽ വി എന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഷാൽ വി, നമുക്കൊരു ചായ കുടിച്ചാലോ. ഷാൽ വി ഡ്രിങ്ക് എ ടീ എന്ന് പറയാനാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ എ ടീ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അത്ര സ്വാഭാവികമല്ല, നാച്ചുറൽ അല്ല. പകരം അവർ പറയുന്നത് എ കപ്പ് ഓഫ് ടീ എന്നാണ്. അപ്പോൾ എങ്ങനെ പറയണം? ഷാൽ വി ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ. ഇനി ഡ്രിങ്ക് എന്നതിന് പകരം ഹാവ് എന്ന് നമുക്ക് ഉപയോഗിക്കാം. ഷാൽ വി ഹാവ് എ കപ്പ് ഓഫ് ടീ. ഇനി മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ഷാൽ വി ഹാവ് സം ടീ. പക്ഷെ നമ്മൾ അങ്ങനെ പറയുമോ? നമുക്ക് കുറച്ച് ചായ കുടിച്ചാലോ എന്ന് നമ്മൾ പറയുമോ? ഇല്ല, അത് മലയാളത്തിൽ നാച്ചുറൽ അല്ല. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളത് നമുക്കൊരു ചായ കുടിച്ചാലോ എന്നാണ് അല്ലെ. പക്ഷെ അത് ഇംഗ്ലീഷുകാർക്ക് നാച്ചുറൽ അല്ല. നിനക്ക് ഇഡ്ഡലി ദോശ വട ഗർഭ, എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ എന്ന് ഹരിശ്രീ അശോകൻ പറഞ്ഞതുപോലെയാണ് അത്. ഇനി ഷാൽ വി ഹാവ് എ കപ്പ് ഓഫ് ടീ എന്നുള്ളത് കുറച്ചുകൂടി ഇൻഫോർമൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. വുഡ് യു ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ? വുഡ് യു ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ? നമ്മൾ ചിലപ്പോൾ ചോദിക്കാറില്ലേ, ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ? അത് തന്നെയാണ്, വുഡ് യു ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ. എന്തുകൊണ്ടാണ് നീ ചായയേക്കാൾ കാപ്പി ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നീ? വൈ ഡു യു അല്ലെ, വൈ ഡു യു ലൈക്ക് കോഫി മോർ ദാൻ ടീ? എങ്ങനെയാണ് നീ ചായ ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് നീ? ഹൗ ഡു യു മേക്ക് ടീ, അല്ലെങ്കിൽ പ്രിപ്പയർ ടീ. ഹൗ ഡു യു പ്രിപ്പയർ ടീ? എപ്പോഴൊക്കെയാണ് നീ ചായ കുടിക്കുന്നത്? എപ്പോഴൊക്കെയാണ്? ഹൗ ഓഫൻ ഡു യു ഡ്രിങ്ക് ടീ? ഏത് ചായപ്പൊടിയാണ് നീ ഉപയോഗിക്കുന്നത്? വിച്ച് ടീ പൗഡർ ഡു യു യൂസ്? ഏത് ചായപ്പൊടിയാണ് നീ ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? വിച്ച് ടീ പൗഡർ ഡു യു യൂസ് ടു മേക്ക് ടീ, അല്ലെങ്കിൽ വിച്ച് ടീ പൗഡർ ഡു യു യൂസ് ടു പ്രിപ്പയർ ടീ? രാവിലെ ഒരു ചായ എനിക്ക് നിർബന്ധമാണ്. എ കപ്പ് ഓഫ് ടീ ഇൻ ദ മോർണിംഗ് ഈസ് എ മസ്റ്റ് ഫോർ മീ. അപ്പോൾ ചായയേക്കാൾ കാപ്പിയാണ് എനിക്ക് ഇഷ്ടം എന്ന് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഐ ലൈക്ക് കോഫി മോർ ദാൻ ടീ. ചായ കുടിക്കുന്നതിനേക്കാൾ കാപ്പി കുടിക്കുന്നതാണ് എനിക്കിഷ്ടം. അതെങ്ങനെ പറയും? ഐ ലൈക്ക് ഡ്രിങ്കിങ് കോഫി. എന്തിനേക്കാൾ? ചായ കുടിക്കുന്നതിനേക്കാൾ. മോർ ദാൻ ഡ്രിങ്കിങ് ടീ. അപ്പോൾ ഐ ലൈക്ക് ഡ്രിങ്കിങ് കോഫി മോർ ദാൻ ഡ്രിങ്കിങ് ടീ. സിനിമ കാണുന്നതിനേക്കാൾ പുസ്തകം വായിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇതെങ്ങനെ പറയും? ഐ ലൈക്ക് റീഡിംഗ് ബുക്സ് മോർ ദാൻ വാച്ചിങ് മൂവീസ്. ഇനി ഈ ലൈക്ക് എന്നതിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കുണ്ട്. അത് ഉപയോഗിച്ചാൽ ഈ മോർ ദാൻ എന്ന പ്രയോഗമേ നമുക്ക് ഒഴിവാക്കാം. സെന്റൻസ് വളരെ ചെറുതായി കിട്ടും. അതാണ് പ്രിഫർ എന്ന വേർബ്. ഒരു ഉദാഹരണം നോക്കാം. ക്രിക്കറ്റിനേക്കാൾ ഫുട്ബോളാണ് എനിക്കിഷ്ടം. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഐ ലൈക്ക് ഫുട്ബോൾ മോർ ദാൻ ക്രിക്കറ്റ് അല്ലെ. ഇനി പ്രിഫർ ഉപയോഗിച്ച് നമുക്കൊന്ന് പറയാം. ഐ പ്രിഫർ ഫുട്ബോൾ ടു ക്രിക്കറ്റ്. അത്രേ ഉള്ളൂ. ഐ പ്രിഫർ ഫുട്ബോൾ ടു ക്രിക്കറ്റ്. ക്രിക്കറ്റിനേക്കാൾ ഫുട്ബോളാണ് എനിക്ക് ഇഷ്ടം എന്നാണ് അതിന്റെ അർത്ഥം. ലൈക്ക് എന്ന വാക്കിന്റെ അർത്ഥം ഇഷ്ടപ്പെടുക എന്നതാണ്. എന്നാൽ പ്രിഫർ എന്ന വാക്കിന്റെ അർത്ഥം കൂടുതൽ ഇഷ്ടപ്പെടുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മോർ ദാൻ എന്ന പ്രയോഗം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഐ പ്രിഫർ ഫുട്ബോൾ ടു ക്രിക്കറ്റ്.
ശരി, ഒരു ഹോംവർക്ക് ചെയ്താലോ? ബാംഗ്ലൂരിനേക്കാൾ കേരളമാണ് എനിക്കിഷ്ടം. 2, ബാംഗ്ലൂരിൽ ജീവിക്കുന്നതിനേക്കാൾ കേരളത്തിൽ ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ വാട്സാപ്പിൽ എന്നെ അറിയിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അത് യൂട്യൂബിൽ തന്നെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും. അവരും ചോദ്യങ്ങൾ കാണും, ഞാൻ അതിന് നൽകുന്ന ഉത്തരങ്ങൾ അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് അതെല്ലാം ഒരു സഹായമാകും. മാത്രവുമല്ല, അവരും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ അത് എല്ലാവർക്കും പ്രയോജനപ്പെടും. അതിന്റെ ഉത്തരം ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാനും അങ്ങനെ നിങ്ങളുടെ പഠനം കൂടുതൽ എളുപ്പമായി തീരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.